ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ജെയിം അക്കാഡമി. എൻക്ലെക്സ് സാറിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെന്നും എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. എൻക്ലെക്സിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. ദ നഴ്സ് ഇസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ പ്ലാൻ ഓഫ് കെയർ ഫോർ എ ക്ലയൻറ്റ് വിത്ത് COPD. സോ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ഉള്ള ഒരു ക്ലയൻറ്റിന് കെയർ കൊടുക്കുന്ന ഒരു നഴ്സ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ്റർവെൻഷൻസ് ഷുഡ് ദ നഴ്സ് സജസ്റ്റ് ഇൻക്ലൂഡിങ് ഇൻ ദ ക്ലയൻറ്റ്സ് പ്ലാൻ ഓഫ് കെയർ? ഈ ഒരു പേഷ്യൻറ്റിൻ്റെ പ്ലാൻ ഓഫ് കെയറിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഇൻ്റർവെൻഷനാണ് ആഡ് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, റെസ്ട്രിക്ട് ദ ക്ലയൻറ്റ്സ് ഫ്ലൂയിഡ് ഇൻടേക്ക് ടു 500 ml per day, place the client in low Fowler's position for meals, provide the client with a high carbohydrate diet and high carbohydrate snacks, provide the client with small frequent meals and schedule a rest period before and after meals. ഇത്രയാണ് ഓപ്ഷൻസ്. സോ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് എൻക്ലെക്സ് ഒരു സ്റ്റുഡൻറ്റിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എൻക്ലെക്സിൽ ഫസ്റ്റ് നമ്മൾ എല്ലാ ബോഡി സിസ്റ്റവും മനസ്സിലാക്കുക. ഓക്കെ, ബോഡി സിസ്റ്റംസ് നമുക്കറിയാം 10 ബോഡി സിസ്റ്റംസ് ഉണ്ട്. സോ 10 ബോഡി സിസ്റ്റംസ് മനസ്സിലാക്കുക. ഈ ബോഡി സിസ്റ്റത്തിലെ പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. സോ എങ്ങനെയാണ് ഒരു ബോഡി സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? വൈറ്റൽ സയൻസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഹെഡ് ടു ടോ അസസ്മെൻറ്റ് ചെയ്യും. ഓക്കെ, നൗ ഈ വൈറ്റൽ സയൻസും ഹെഡ് ടു ടോ അസസ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു പേഷ്യൻറ്റിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ കണ്ടീഷൻ മനസ്സിലാക്കാൻ പറ്റുന്നത്. നൗ ഈ പ്രോബ്ലം ആൻഡ് കണ്ടീഷൻ അഗെയിൻ ബോഡി സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഓക്കെ, നൗ പ്രോബ്ലം ആൻഡ് കണ്ടീഷനിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഡെഫിനിഷൻ പഠിക്കണം, പാത്തോഫിസിയോളജി ആൻഡ് ഈ ഡിസീസിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് ബോഡിയിൽ നിന്ന് പഠിക്കണം. ഓക്കെ, നൗ ഇനി അത് കഴിഞ്ഞിട്ട് ഈ പ്രോബ്ലം ഈ ഒരു കണ്ടീഷൻ പേഷ്യൻ്റ് ഫിക്സ് ചെയ്തില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ കോംപ്ലിക്കേഷൻസ് അല്ലേ, കോംപ്ലിക്കേഷൻ അറിഞ്ഞിരിക്കണം. ദെൻ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ ഇൻ്റർവെൻഷൻ ആകാം, നഴ്സിംഗ് ഇൻ്റർവെൻഷൻ ആകാം, ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാകാം. ദെൻ ഇൻ്റർവെൻഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? പേഷ്യൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ടീച്ച് ചെയ്യാണ്. ഇതാണ് ഈ ഒരു എൻക്ലെക്സിൻ്റെ ഈ നമ്മൾ പഠിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ ഇവിടെ നമുക്കറിയാം നമുക്ക് കൊടുത്തിരിക്കുന്നതെല്ലാം ഇൻ്റർവെൻഷനാണ്. ഓക്കെ, സോ ഇൻ്റർവെൻഷനിൽ നോക്കുമ്പം റെസ്ട്രിക്ട് ദ ക്ലയൻറ്റ്സ് ഫ്ലൂയിഡ് ഇൻടേക്ക് ടു 500 ml per day എന്നുണ്ട്. സോ ഇതൊരു സൊല്യൂഷനാണ്. ക്ലയൻറ്റിൻ്റെ ഫ്ലൂയിഡ് റെസ്ട്രിക്റ്റ് ചെയ്യുക. എന്തിനാണ് സൊല്യൂഷൻ? എന്തിനാണ് ഈ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. സോ സൊല്യൂഷൻ ഉണ്ട്, എന്തിനത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, നൗ പ്ലേസ് ദ ക്ലയൻറ്റ് ഇൻ ലോ ഫൗളേഴ്സ് പൊസിഷൻ ഫോർ മീൽസ്. ലോ ഫൗളർ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നുണ്ട്, പക്ഷേ അഗെയിൻ അത് എന്തിനാണെന്ന് പറയുന്നില്ല, സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്രൊവൈഡ് ദ ക്ലയൻറ്റ് വിത്ത് എ ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് ആൻഡ് ഹൈ കാർബോഹൈഡ്രേറ്റ് സ്നാക്സ്. അഗെയിൻ സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്, എന്തിനു വേണ്ടിയാണ് ആ സൊല്യൂഷൻ കൊടുത്തിരിക്കുന്നതെന്നില്ല. ഓക്കെ, പ്രൊവൈഡ് ദ ക്ലയൻറ്റ് വിത്ത് സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസ് ആൻഡ് ഷെഡ്യൂൾ എ റെസ്റ്റ് പീരിയഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽസ്. ഇതും സൊല്യൂഷനാണ്, എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഓപ്ഷൻ നോക്കിയിട്ട് ഇത് എന്തിനു വേണ്ടിയാണ് ഈ ഒരു കണ്ടീഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ചെയ്യുന്നതെന്ന് നോക്കി വേണം ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. ഓക്കെ, സോ 4 ഓപ്ഷനിലും ഈ കണ്ടീഷനുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഇൻ്റർവെൻഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സൊല്യൂഷൻ എന്തിനു വേണ്ടിയാണ്? ലൈക്ക് ഫോർ എക്സാമ്പിൾ ഫ്ലൂയിഡ് ഇൻടേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് ഈ കണ്ടീഷനെ എങ്ങനെ ബാധിക്കും, എന്തിനു വേണ്ടിയാണ് ഇത് ഈ കണ്ടീഷനിൽ ചെയ്യുന്നതെന്ന് ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ഈ കണ്ടീഷൻ മനസ്സിലാക്കുക. ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, COPD എന്താണ്, COPD ഏത് സിസ്റ്റത്തിനെ ബാധിക്കുന്നതാണ്, അതിൻ്റെ പാത്തോഫിസിയോളജി എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അഗൈൻ ഈ ഒരു ഇൻ്റർവെൻഷൻ നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെ ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ ഫസ്റ്റ് നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. പ്ലേസ് ദ ക്ലയൻറ്റ് ഇൻ ലോ ഫൗളേഴ്സ് പൊസിഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്കറിയാം ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരൊറ്റ പൊസിഷനെ നമ്മൾ പേഷ്യൻ്റ് അഡ്വൈസ് ചെയ്യാറുള്ളൂ, അത് ഹൈ ഫൗളേഴ്സ് പൊസിഷനാണ്. ഓക്കെ, ഫൗളേഴ്സ് പൊസിഷൻ നമുക്ക് ഹൈ ഫൗളർ ഉണ്ട്, ലോ ഫൗളർ ഉണ്ട്, സെമി ഫൗളർ പൊസിഷൻ ഉണ്ട്. ഹൈ ഫൗളർ പൊസിഷൻ നമ്മൾ കൊടുക്കുന്നത് പേഷ്യൻ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെൻ ഈറ്റിംഗ്. ഓക്കെ, നൗ സെമി ഫൗളർ പൊസിഷൻ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ആസ്പിറേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ സെമി ഫൗളർ കൊടുക്കുന്നത്. ലോ ഫൗളർ പൊസിഷൻ നമ്മൾ മീൽസിൻ്റെ സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർവെൻഷൻ അല്ല. ഓക്കെ, സോ ലോ ഫൗളർ, സെമി ഫൗളർ, ഹൈ ഫൗളർ പൊസിഷൻ എവിടെയാണ് യൂസ് ചെയ്യുന്നത് അറിഞ്ഞിരിക്കുക. ഓക്കെ, നൗ അടുത്തത് റെസ്ട്രിക്ട് ദ ക്ലയൻറ്റ്സ് ഫ്ലൂയിഡ് ഇൻടേക്ക് ടു 500 ml per day എന്ന് കൊടുത്തിരിക്കുന്ന ഈ ഓപ്ഷൻ. എത്ര ഫ്ലൂയിഡാണ് കുറയ്ക്കേണ്ടത് എന്ന് പറയുന്നത് അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ഐഡിയ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ഇൻടേക്ക് കുറയ്ക്കുക എന്നുള്ളതാണ്. സോ എപ്പോഴാണ് നമ്മൾ ഫ്ലൂയിഡ് ഇൻടേക്ക് കുറയ്ക്കുന്നത്? ഫ്ലൂയിഡ് ഇൻടേക്ക് കുറയ്ക്കേണ്ട ആവശ്യം COPD എന്ന കണ്ടീഷനിലുണ്ടോ, അങ്ങനെ നമ്മൾ ആലോചിക്കുക. ഓക്കെ,
സോ ഇവിടെ COPD ഒരു ഫ്ലൂയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം അല്ല, ഫ്ലൂയിഡ് ഓവർലോഡ് ആണെങ്കിലാണ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പം ഇതും ഒരു റെക്കമെൻഡഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ അല്ല. ഓക്കെ, നൗ നെക്സ്റ്റ് ഓപ്ഷൻ, പ്രൊവൈഡ് ദ ക്ലയൻറ്റ് വിത്ത് എ ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് ആൻഡ് ഹൈ കാർബോഹൈഡ്രേറ്റ് സ്നാക്സ്. ഓക്കെ, സോ നമുക്കറിയാം ഡയറ്റിൽ ഫാറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അല്ലേ. സോ ഇത് മൂന്നും നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അല്ലേ. അത് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ അല്ല ചെയ്യുന്നത്, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു കണ്ടീഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക, ആ കണ്ടീഷൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറയും. ഓക്കെ, പക്ഷേ ഒരിക്കലും നമ്മൾ ഫാറ്റിൻ്റെ കണ്ടൻറ്റ് കൂട്ടാനോ കാർബോഹൈഡ്രേറ്റിൻ്റെ കണ്ടൻറ്റ് കൂട്ടാനോ നമുക്ക് പറയാൻ പറ്റില്ല. സോ ഫാറ്റിൻ്റെ കണ്ടൻറ്റ് നമ്മൾ കൂട്ടുന്നത് എപ്പോഴാണ്? സീഷർ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി, സീഷറിൻ്റെ ഒരു മാനേജ്മെൻ്റ് ആയിട്ട് ഫാറ്റിൻ്റെ കണ്ടൻറ്റ് നമ്മൾ കൂട്ടും. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് നമ്മൾ കൂട്ടുന്നത് എന്തിനാണ്? ബ്ലഡ് ഷുഗർ ലെവൽ കുറവാകുമ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ ലെവൽ കൂട്ടും. ഓക്കെ, നൗ പ്രോട്ടീൻ കണ്ടൻറ്റ് നമുക്ക് കൂട്ടാൻ പറ്റും. പേഷ്യൻറ്റിന് ലിവർ അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രോട്ടീൻ കണ്ടൻറ്റ് കൂട്ടില്ല. ഓക്കെ, അല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, സോ ഫാറ്റും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ഓപ്ഷനിലൂടെ എൻക്ലെക്സ് അസസ് ചെയ്യുന്നത് ന്യൂട്രീഷൻ ആണ്. ഓക്കെ, ന്യൂട്രീഷൻ ആണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഹൈ കാർബോഹൈഡ്രേറ്റ് സ്നാക്സ് കൊടുക്കുന്നത്, ഹൈ കാർബോഹൈഡ്രേറ്റ് ചെയ്യേണ്ടത് ഏതെങ്കിലും കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാനായിട്ടാണ്. സോ ബ്ലഡ് ഷുഗർ കുറവാണെങ്കിൽ നമ്മൾ ഹൈ കാർബോഹൈഡ്രേറ്റ് അഡ്വൈസ് ചെയ്യും. അതുപോലെ തന്നെ ഹൈ ഫാറ്റ് അഡ്വൈസ് ചെയ്യുന്നത് സീഷറിൻ്റെ സമയത്താണ്. ഓക്കെ, അല്ലാതെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഹൈ പ്രോട്ടീനും ഹൈ കാലറിയും നമ്മൾ പറയും, അത് നോട്ട് ടു മച്ച്, ബട്ട് ഹൈ പ്രോട്ടീൻ ഡയറ്റും ഹൈ കാലറി ഡയറ്റും കൊടുക്കാനായിട്ട് പറയും, എക്സെപ്റ്റ് കിഡ്നി പ്രോബ്ലം. ഓക്കെ, സോ ഇതാണ് ന്യൂട്രീഷനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ ഇവിടെ ഈ ഓപ്ഷൻ അങ്ങനെ നോക്കുമ്പം അഗെയിൻ ഇത് റെക്കമെൻഡഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല COPDയിൽ. സോ നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, നൗ പ്രൊവൈഡ് ദ ക്ലയൻറ്റ് വിത്ത് സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസ് ആൻഡ് ഷെഡ്യൂൾ എ റെസ്റ്റ് പീരിയഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽസ്. സോ ഇത് മാത്രമാണ് നമുക്കിനി ലെഫ്റ്റ് ആയിട്ടുള്ളത്. ബാക്കി മൂന്ന് നമ്മൾ അല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു അല്ലേ. സിസ്റ്റം വൈസ് അല്ലെങ്കിൽ ഇവിടെ ഫ്ലൂയിഡിൻ്റെ ഇൻടേക്കാണ് അസസ് ചെയ്തത്, ഇവിടെ പൊസിഷനാണ് അസസ് ചെയ്തത്, ഇവിടെ ന്യൂട്രീഷനാണ് അസസ് ചെയ്തത്. സോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ COPD എന്ന കണ്ടീഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇത് ഈ COPDയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ അല്ല എന്ന്. അതെങ്ങനെ മനസ്സിലാക്കി? നമ്മൾ ക്രിറ്റിക്കലി തിങ്ക് ചെയ്തു. ഓക്കെ, സോ ഓപ്ഷൻ ഇവിടെ 4th വൺ ആണ് കറക്റ്റായിട്ട് വരുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് വന്നതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മളിവിടെ പറഞ്ഞത് ഒരു എൻക്ലെക്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫോർമാറ്റ് നമ്മൾ പറഞ്ഞു. ഫ്ലൂയിഡ് ഇൻടേക്കിൻ്റെ കാര്യവും ഫൗളേഴ്സ് പൊസിഷൻ്റെ കാര്യവും ന്യൂട്രീഷൻ്റെ കാര്യവും നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ COPD എന്താണെന്ന് ഒരുപാട് ആലോചിക്കാതെ COPD ഏത് സിസ്റ്റം റിലേറ്റഡ് ആണ്, അതിൻ്റെ ഡിസീസ് പ്രോസസ്സ് എന്താണ്, പാത്തോഫിസിയോളജി എന്താണെന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർവെൻഷൻ ഗസ് ചെയ്ത് ഇതേപോലെ ക്രിട്ടിക്കലി തിങ്ക് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.